Morning all. Today's topic graphs. Okay, നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ ഫസ്റ്റ് ടോപ്പിക്കിലേ പഠിച്ചായിരുന്നു. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. അതിൻ്റെ അകത്ത് ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അകത്താണ് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇതെല്ലാം ലീനിയറാണ്. അതെല്ലാം ഒരു നമുക്കൊരു പ്ലെയിനിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലീനിയർ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതെല്ലാം പഠിച്ചത്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന നോൺ ലീനിയർ, അതായത് ലീനിയറിറ്റി ഇല്ലാത്ത ഒരു ഡേറ്റ സ്ട്രക്ചറാണ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ട്രീസും ഗ്രാഫും ആണ് അതിന് എക്സാമ്പിൾ. അതായത് ഇപ്പം നമ്മൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഞാനിപ്പോൾ ഒരു പ്ലേസിലേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൻ്റെ അകത്തെടുത്ത് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ഒരൊറ്റ ലൊക്കേഷനാണ് കിട്ടുന്ന അല്ല. ഏതെല്ലാം വഴി ട്രിവാൻഡ്രം പോകാമോ അതെല്ലാം കണക്ട് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതായത് നമുക്കിപ്പോൾ ഒരു ട്രിവാൻഡ്രത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 ജംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, 5 സ്റ്റോപ്സ് ഉണ്ട്. 5 സ്റ്റോപ്പ് വഴി വേണം ഞാനിപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. എനിക്കിവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അല്ലേ, ഇങ്ങനെ അവരിങ്ങനെ കാണിച്ചു തരും അല്ലേ നമുക്കിത് എങ്ങനെയാണ് ഇവിടെ നിന്ന് അവിടെ വരെ എത്തുന്നതെന്ന്. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്ലേസ് ഉണ്ട്, അതുവഴിയും ട്രിവാൻഡ്രത്ത് പോകാമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് റൂട്ട് ചെയ്ത് കാണിക്കും. രണ്ട് രീതിയിലും കാണിച്ചിട്ട് പറയും ഇതായിരിക്കും ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിൽ അവിടെ റെഡ് ലൈൻ ഇട്ടോ എന്തെങ്കിലും ഇട്ട് കാണിക്കും ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, അല്ല ഇതാണ് ഷോർട്ടസ്റ്റ് പാത്തെങ്കിൽ അങ്ങനെ കാണിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് വരുന്നതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പല സ്ഥലത്തും ഗൂഗിൾ മാപ്പ് ഇതെല്ലാം ഗ്രാഫ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽസിനാണ് ഏറ്റവും കൂടുതൽ ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് ഗ്രാഫിൻ്റെ ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ ഗൂഗിൾ മാപ്പ്. ഓക്കെ, ഇനി അടുത്ത ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡേറ്റാ ബേസിലെല്ലാം നമ്മുടെ ഡേറ്റാ ബേസ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. നമ്മുടെ ഡേറ്റാ ബേസ് ഇപ്പോൾ കോളേജിൻ്റെ ഇതിൽ ആരൊക്കെ വരുന്നു അപ്പോൾ അവരെല്ലാം കണക്ട് ചെയ്ത് ഒരു ഹൈറാർക്കി രൂപപ്പെടുത്തണമെങ്കിൽ അവിടെയാണ് നമ്മൾ ട്രീ യൂസ് ചെയ്യുന്നത്. രണ്ടും നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ ട്രീ ആർ ഗ്രാഫർ നോൺ ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സാണ്. ഈ ലീനിയറാണ് നമ്മൾ ഇത്രയും നാളും അറേക്കും സ്റ്റാക്കും ക്യൂവും ഇതെല്ലാം പഠിച്ചു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെയാണ് വരുന്നതാണ് നോൺ ലീനിയർ, കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അറേയും ലിങ്ക് ലിസ്റ്റും സ്റ്റാക്കും ക്യൂവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാലം ഏറ്റവും എളുപ്പത്തിലല്ലേ നമ്മൾ ട്രീ പഠിച്ച, അതിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻറ്റും ചൈൽഡും തമ്മിലുള്ളതാണ്. ട്രീ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രാഫാണ്, ഒരു സ്പെഷ്യൽ കേസ് ഗ്രാഫാണ്. ഗ്രാഫിൻ്റെ അകത്ത് ഒരു ഹൈറാർക്കി വേണമെന്നില്ല. ട്രീ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? ഒരു പാരൻറ്റ് കാണണം, അതിന് 2 or more ചൈൽഡ്സ് കാണാം അല്ലേ, ഒന്നോ അതിലധികമോ ചൈൽഡ് കാണാതിരിക്കുക. ആ ചൈൽഡിന് പിന്നെയും എന്ത് കാണാം? ചൈൽഡ്സ് കാണാം. അപ്പോൾ ഇത് പാരൻ്റായി ഇത് ചൈൽഡായി ആദ്യത്തെ നമ്മൾ റൂട്ട് നോഡാക്കി ഇങ്ങനെ ഒരു ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഗ്രാഫാണെങ്കിൽ ഹൈറാർക്കി വേണ്ട. ഇപ്പം നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പോകാൻ പറ്റും. അതായത് ഈ ലെവൽ കഴിഞ്ഞ് ഈ ലെവലേ പോകാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആരെങ്കിലും ഗൂഗിൾ മാപ്പ് വഴി യൂസ് ചെയ്ത് പോകുമായിരുന്ന ഇല്ല. അപ്പം ഈ പല സ്ഥലത്ത് കിടക്കുന്നതിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ഹൈറാർക്കി വെച്ച് അല്ലാതെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആര് വന്നത്? ഗ്രാഫ് വന്നത്. ഓക്കെ, ഗ്രാഫ് എന്ന് വെച്ചാൽ നോൺ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ? ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് രണ്ട് ഇത് കാണാറുണ്ട്, 2 പോയിൻറ്റ്സ് ആണ്. അതായത് നോഡ്സും കാണും, വെർട്ടിസസും കാണും, അല്ലെങ്കിൽ എഡ്ജസും കാണും. ഇതാണ് നോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്ലേസ് ഇല്ലേ, ആ പ്ലേസിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് എത്രത്തോളമാണ് ആ പാത്ത്, അതിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നോഡ്സ് കാർഡ് വെർട്ടിസസ് ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ്, അതായിരിക്കും ആ പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് റിലേറ്റഡ് നോഡ്സ് ടു ഈച്ച് അതർ. ഓരോ നോഡ്സിനെയും റിലേറ്റ് ചെയ്യാൻ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എഡ്ജസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയും കേട്ടോ. നോഡ്സ് അല്ലെങ്കിൽ വെർട്ടിസസ് എന്ന് പറയും. ഈ എഡ്ജസ് ആണ് ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വെർട്ടിസസിനെ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു സെറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വെർട്ടിസസ്? എ ബി സി ഡി ഇ. ഇപ്പോൾ ഈ ഇതിൽ വരുന്നതാണ് കണ്ടോ, ഇയും വരുന്നതാണ്. അടുത്തത് ഇതിൻ്റെ അകത്തുള്ള എഡ്ജസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്താ? എയും ബിയും തമ്മിലൊരു എഡ്ജ് ഉണ്ട്, അപ്പോൾ എ ബി എഴുതാം. എയും സിയും തമ്മിൽ, അപ്പോൾ എ സി എഴുതാം. ബിയും ഡിയും തമ്മിലുണ്ട്, ദെൻ സിയും ഡിയും തമ്മിലുണ്ട്, ഡിയും ഇയും തമ്മിലുണ്ട്. ഓക്കെ, ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫ് അല്ലാത്തതുകൊണ്ട്, അത് ഡയറക്ഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചെഴുതിയാലും പ്രോബ്ലം ഇല്ല. ഓക്കെ,
ഇനി നമ്മൾ ഗ്രാഫിൻ്റെ അകത്ത് എന്താക്കാനുള്ളത് നേരത്തെ പറഞ്ഞ തന്നെ വെർട്ടിസസ് ഉണ്ട് എഡ്ജസ് എന്ന് പറഞ്ഞാൽ വെർട്ടിസസിനാണ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതും ഗ്രാഫാണ്. ഓക്കെ, ഇത് വേറൊരു ഗ്രാഫാണ്. ഗ്രാഫ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഈ എഡ്ജസ് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്നതാണ്. എഡ്ജസ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഓക്കെ, വെർട്ടിസസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യൂ, കാരണം എഡ്ജസ് അവിടെ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ചില എഡ്ജസ് എന്ന് പറയുന്നത് ആ വെർട്ടിസസിൽ തന്നെ നിൽക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു വെർട്ടിസസ് ആണെന്ന് വെച്ചാൽ ഇത് വേറൊരു വെർട്ടിസസ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇനി ഈ വെർട്ടിസസിൽ നിന്ന് വന്ന് ഈ വെർട്ടിസസിൽ തന്നെ വരിക, അതായത് സെൽഫ് ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെർട്ടിസസിൽ നിന്ന് എഡ്ജ് തുടങ്ങി ആ വെർട്ടിസസിൽ തന്നെ വന്ന് നിൽക്കുന്നു, വേറെ എങ്ങോട്ടും പോയില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം അതിനെ ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ഇവിടെ എങ്ങും ലൂപ്പില്ല. ലൂപ്പ് വരുന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി ഫോർമൽ ഡെഫിനിഷൻ എന്താണെന്നാണ്. ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ജി എന്നാണ് പറയുന്നത്. ജിക്കകത്ത് രണ്ട് തിങ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വെർട്ടിസസ്, അടുത്തെന്ന് പറഞ്ഞാൽ എഡ്ജ്. വെർട്ടിസസ് സെറ്റ് ഓഫ് എല്ലാ വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയും. എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈച്ച് എഡ്ജ് ഇ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇയിലുള്ളതായിരിക്കും. ഒരു യുണീക്ക് പെയർ കാണും. യുവും വിയും തമ്മിലുള്ള ഒരു യുണീക്ക് പെയർ. യുവും വി എന്ന് പറയുന്നത് യു എന്നും വി എന്നും പറയുന്നത് എവിടെ? വെർട്ടിസസ്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഒരു യുണീക്ക് പെയർ ഉള്ളതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ ജനറൽ പറയുമ്പോൾ എ ബിക്ക് വരെ യു വി എന്ന് പറയും. യുവും വിയും രണ്ട് നോഡ്സ് ആണെങ്കിൽ, എവിടെയുള്ള നോഡ്സ്? വിയിലുള്ള രണ്ട് നോഡ്സ് ആണെങ്കിൽ എഡ്ജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇ ഈക്വൽ ടു യു വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്ജും വെർട്ടിസസും ഉള്ളതാണ് അല്ലേ? വെർട്ടിസസിൻ്റെയും എഡ്ജിൻ്റെയും കൂടെ ഒരു പെയറാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വി കോമ ഇ, അതായത് വെർട്ടിസസും എഡ്ജും തമ്മിലുള്ളതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. വെർട്ടിസസ് എന്താണെന്ന് പറഞ്ഞു. എഡ്ജ് എന്ന് പറഞ്ഞാൽ വെർട്ടിസസിനെ തന്നെ നമുക്ക് പെയറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇതാണ് ഫോർമൽ ഡെഫിനിഷൻ. സം ടേംസും കൂടെ പറഞ്ഞുതരാം. ഈ ടേംസൊക്കെ നമുക്ക് സാധാരണ ഷോർട്ട് ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. ഈ ടേംസ് അറിഞ്ഞാൽ മാത്രമേ അടുത്ത രണ്ട് അൽഗോരിതം ഡി എഫ് എസും ബി എഫ് എസും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ടേംസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻസി നോഡ്. അഡ്ജസൻസി നോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്തുള്ള നോഡ്സിനെയാണ് അഡ്ജസൻസി നോഡ്. ആ നോഡും ഈ നോഡും തമ്മിലൊരു കണക്ഷൻ കാണും. ഒരു എഡ്ജിനെ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് നോഡിനെയാണ് അഡ്ജസൻസി. അപ്പോൾ 5ൻ്റെ അഡ്ജസൻസി നോഡാണ് വി എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ 5 ഈസ് അഡ്ജസൻറ്റ് ടു 7 എന്ന് പറഞ്ഞു. ഇനി പാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് നോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറഞ്ഞാൽ. എത്രത്തോളം ആ വെർട്ടിസസ്, അല്ലെങ്കിൽ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ നോഡ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. വെർട്ടിസസ് എത്രത്തോളം വെർട്ടിസസ് ഉണ്ടോ, രണ്ട് നോഡ് തമ്മിൽ കണക്ട് ചെയ്യാൻ എത്രത്തോളം വെർട്ടിസസ് ഉണ്ടായിരിക്കും. അതായത് ഇവിടെ നോഡെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സോഴ്സും ഡെസ്റ്റിനേഷനും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എവിടെ? കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ സോഴ്സ് കൊല്ലം, ട്രിവാൻഡ്രം ഡെസ്റ്റിനേഷൻ. ഇവർ തമ്മിൽ എത്രത്തോളം വെർട്ടിസസ് ഉണ്ടോ അതിനെ എല്ലാത്തിനെയാണ് കണക്ട് ചെയ്യുന്നതിനെയാണ് പാത്ത് എന്ന് പറഞ്ഞത്. നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞത്, ഇതിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രത്തോളം എഡ്ജസ് അതിൻ്റെ അകത്തുണ്ട് അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരച്ചാൽ ഓരോന്നിനെയും നമുക്ക് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എ എന്ന് പറയുന്ന നോഡാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ നോഡിൽ അല്ലെങ്കിൽ ഈ വെർട്ടിസസിൽ, നോഡെന്ന് പറയാറില്ല ഗ്രാഫിൽ വെർട്ടിസ് എന്നാണ്, ഈ വെർട്ടിസസിൽ നിന്ന് എത്ര എഡ്ജസ് ഉണ്ടോ അതാണ് ഇതിൻ്റെ ഡിഗ്രി. ഓരോ വെർട്ടിസസിനും ഡിഗ്രി എഴുതേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി അടുത്ത കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ ഒരു വെർട്ടിസസിൽ നിന്ന് എല്ലാ വെർട്ടിസസിലോട്ടും ലിങ്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയും. ഡെഫിനിഷൻ മാത്രം നോക്കിക്കോണേ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് എന്താണ്? ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഒരു നോഡിൽ നിന്ന് എല്ലാ നോഡിലോട്ടും വേണം. ഇനി ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടോ അതാണ് ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. എം ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സൈസ് കാണത്തില്ല. ഇനി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബിഗിൻ ചെയ്ത വെർട്ടിസസിൽ തന്നെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈക്കിളും ലൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഗ്രാഫ്. ഓക്കെ, ABC എന്ന് എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഇനി ഇവിടെ വന്നു, ഇവിടെ നിന്ന് തിരിച്ചിവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഒരു ഗ്രാഫെങ്കിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എവിടെ തന്നെ അവസാനിക്കും? എയിൽ തന്നെ ആൻസർ. ഇതിനെ സൈക്കിൾ എന്ന് പറയും. സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങിയ എയിൽ തന്നെ നിൽക്കുമെങ്കിൽ ഇതിനെ സെൽഫ് ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഇല്ലെങ്കിൽ അതേ സൈക്ലിക് ഗ്രാഫ്, സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്ലിക് ഗ്രാഫ്, അതിൽ നിന്ന് തന്നെ ബിഗിൻ ചെയ്ത് അവിടെ തന്നെ വന്നു നിന്നാൽ സൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. ഇനി ഡയറക്റ്റ് ഗ്രാഫിൻ്റെ വേറൊരു പേരാണ് ഡൈഗ്രാഫ് എന്നും പറയും കേട്ടോ. ഡയറക്റ്റ് ഗ്രാഫിൻ്റെ വേറൊരു പേരാണ് ഡൈഗ്രാഫ് എന്ന് പറയും. DI
ഗ്രാഫ്. ഓക്കെ, ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും കൂടെ കാണും. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ വരച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ വരയ്ക്കുന്നതല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരോ എങ്ങോട്ടാണ് തന്നിരിക്കും, അപ്പം നമുക്ക് ഡയറക്ഷൻ കൊണ്ട് അറിയാൻ പറ്റും. അതിനാണ് ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ഇല്ല, നമ്മൾ എഡ്ജസിൻ്റെ അകത്ത് നമ്മൾ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഡയറക്റ്റഡ് ഗ്രാഫും അൺഡയറക്റ്റഡ് ഗ്രാഫും. ഇനി അടുത്തത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോഡിൽ നിന്ന് എല്ലാ നോഡിലേക്കും പോയിന്റ് പോയാൽ അതിനെ കണക്റ്റഡ് എന്ന് പറയാം. അത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ജസ്റ്റ് കണക്റ്റഡ് എന്ന് പറയും. ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയും. നല്ല രീതിയിലായിരിക്കും കാരണം ഡയറക്ഷൻ കൂടെ ഉള്ളതുകൊണ്ട്. ഇനി വീക്കിലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ അൺഡയറക്റ്റഡ് ഗ്രാഫ് തന്നെ നമ്മൾ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ചില അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്ത് എല്ലാ നോട്ട്സിലോട്ടും കണക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വീക്കിലി കണക്റ്റഡ് എന്ന് പറയാം. കാരണം അൺഡയറക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എങ്ങോട്ടാണ് ലിങ്ക് പോയിരിക്കണേന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് എക്സാമ്പിൾ എല്ലാം പറയുമ്പോൾ മനസ്സിലാവുമേ, ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ. ഇപ്പം ഇനി അടുത്ത നോഡെന്ന് പറയുന്ന എക്സ് വേറൊരു നോഡിൽ നിന്ന് റീച്ച് ആവണമെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കണം, ഒരു പാത്ത് കാണും. ഇനി അടുത്ത വെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പാത്തിന് തന്നെ സം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കൊല്ലത്ത് നിന്ന് നമുക്ക് ആദ്യം ഇപ്പോൾ കൊട്ടിയം അല്ലെങ്കിൽ ആദ്യം നമുക്ക് പാരിപ്പള്ളി. ഓക്കെ, ഞാൻ കൊല്ലത്ത് നിന്ന് ആദ്യം പാരിപ്പള്ളിയാണ് എൻ്റെ ജംഗ്ഷനെങ്കിൽ കൊല്ലത്ത് നിന്ന് പാരിപ്പള്ളിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഒരു പാത്ത് വെച്ചായിരിക്കും വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയെന്നുള്ളത് നമുക്ക് അവിടെ എഴുതിയിരിക്കുമെങ്കിൽ അതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് കാണിക്കുന്നതിനാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഇതൊരു ഡയഗ്രാഫാണ്. ഓക്കെ, ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഈ ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റഡ് ഗ്രാഫാണ്. അതിനൊരു ഡയറക്ഷൻ നോക്കുക, എല്ലാത്തിനും ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പം V1 നിന്ന് പോകുന്ന എഡ്ജസ് ഏതൊക്കെയാണ്, V1 നിന്ന് ഇതും ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇതും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ V1 നിന്ന് V2 V3 ഉള്ളൂ. V4 എന്ത് പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അതിൻ്റെ ഡയറക്ഷൻ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏതൊക്കെ എഡ്ജസിൽ നിന്ന് ഏതെല്ലാം ഉണ്ടെന്ന്. ഇപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ V എന്ന് പറയുന്ന V1 V2 V3 V4. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തുള്ള വെർട്ടിസസ്. എഡ്ജസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എഴുതുള്ളൂ, V1 നിന്ന് V2 എഴുതും, V1 നിന്ന് നമ്മൾ എന്തും എഴുതും, V3 എഴുതും. കണ്ടോ, V1 നിന്ന് V2 V3. പക്ഷേ V1 നിന്ന് ഒരിക്കലും V4 എഴുതത്തില്ല, അങ്ങനെ വരത്തില്ല, തിരിച്ചേ വരത്തുള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ എടുത്ത് നോക്കാം. V2 നിന്ന് V3 വരും. കണ്ടോ, V2 നിന്ന് V3. ഇനി V3 നിന്ന് എവിടേക്കോ പോകുന്നുള്ളൂ, V4 മാത്രമേ പോകുന്നുള്ളൂ. V4 നിന്ന് V1 വരും, പക്ഷേ ഇത് തിരിച്ചു വരത്തില്ല. അതാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, തിരിച്ചു വരത്തില്ല. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, കണ്ടോ, എല്ലാ എഡ്ജസ് അത് ഡയറക്റ്റ് ആവാൻ നോൺ ഡയറക്റ്റ് ആവാൻ രണ്ടിലും വെയിറ്റ് എഴുതാം. നമുക്ക് എന്ത് ചെയ്തിരിക്കും, ഒരു വാല്യൂ കാണും. അതായത് V1 നിന്ന് V2 പോകാൻ 7 ഡിസ്റ്റൻസ്, V1 നിന്ന് V3 പോകാൻ 9 ഡിസ്റ്റൻസ്. ഇതിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്നെല്ലാം കണ്ടുപിടിക്കുന്നത്. അതാണ് വെയ്റ്റഡ് ഗ്രാഫ്. അഡ്ജസൻസി വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അടുത്തുള്ള വെർട്ടിസസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ V2 എന്ന് പറയുന്നത് ആർക്ക് അഡ്ജസൻസ് ആണ്, V2 ഈസ് അഡ്ജസൻറ്റ് ടു V3 എന്ന് എഴുതാം. അതുപോലെ V2ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് V2 നിന്ന് ഏതെല്ലാം എഡ്ജസ് പോകുന്നുണ്ടോ അതാണ് അതിൻ്റെ അഡ്ജസൻസി വെർട്ടിസസ്. ഓക്കെ, V2 നിന്ന് ഏതെല്ലാം എഡ്ജസ് പോകുന്നോ അതാണ് V2ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസ്. അപ്പോൾ ഇവിടെ V2 എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട്, V4 ഉണ്ട്, V3 ഉണ്ട്. അതുകൊണ്ട് V2ൻ്റെ അഡ്ജസൻസി വെർട്ടിസസ് ഒക്കെയാണ് ഏത്, V1 V4. ഒരിക്കലും V3 V4 ഒരിക്കലും V1 വരത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, V2 നിന്ന് V1 പോകുന്നില്ല. ഇനി അടുത്ത V1ൻ്റെ അഡ്ജസൻസി മെട്രിസസ് ചോദിച്ചാൽ എന്തെന്ന് എഴുതാം, V1 നിന്ന് അഡ്ജസൻസി ഉള്ളത് V2 മാത്രമേ ഉള്ളൂ, V3 നിന്ന് അഡ്ജസൻസി ഉള്ളത് V4 മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇനി V2 നിന്ന് ഒരിക്കലും നമുക്ക് V4 അഡ്ജസൻസി എന്ന് പറയാം. ഓക്കെ, പക്ഷേ V4 നിന്ന് ഒരിക്കലും എന്ത് പറ്റില്ല, V2 അഡ്ജസൻസി ആണെന്ന് പറയാം. തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ പോകാം, അല്ലെങ്കിൽ നമ്മൾ 2 ആരോ ഇട്ട് 2 ഡയറക്ഷനിലോട്ടും പോകാം. ഇതാണ് സെൽഫ് ലൂപ്പ്. കണ്ടോ, സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആ എഡ്ജിൽ തന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇനി അടുത്തതെന്ന് വെച്ചാൽ പാരലൽ ലൂപ്പ്. അതായത് ഒരു ഇതിൽ നിന്ന് വീണ്ടും സെയിം, അതായത് ഈ 2 വെർട്ടിസസ് കാണിക്കുക, V1 V2 നിന്ന് 2 എണ്ണം വരുന്നുണ്ട്. കണ്ടോ, ഇതിനെയാണ് പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ. ഒരു പെയറിൽ നിന്ന് തന്നെ 2 എണ്ണം വന്നാൽ അതിനെ പാരലൽ എഡ്ജസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെൽഫ് ലൂപ്പിനെയും പാരലൽ എഡ്ജസ്, അതിൻ്റെ പാരലൽ എഡ്ജ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ V1 V2 കണ്ട ഈ എഡ്ജും ഉണ്ട്, ഈ എഡ്ജും ഉണ്ട്, ഇത് രണ്ടും പാരലൽ എഡ്ജസ് ആണ്. കണ്ടോ, അവിടെ 2 എണ്ണം വരുന്നുണ്ട്, അപ്പോൾ അതിനെ പാരലൽ എഡ്ജസ്.
ഇനി അടുത്ത സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സെൽഫ് ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല. അതായത് ഒരിടത്ത് നിന്ന് മോർ ദാൻ വൺ ഇത് എഡ്ജസ് ഒന്നും പോകുന്നില്ല. അതിൽ സെൽഫ് ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ലെങ്കിൽ അതിനാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ V3 എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണ്. ഓക്കെ. അതേസമയം V4 എന്ന് പറയുന്നത് G5 എന്ന് പറയുന്നത് എന്തല്ല, സിമ്പിൾ അല്ല. അതിൻ്റെ അകത്ത് സെൽഫ് ലൂപ്പും ഉണ്ട്, പാരലൽ എഡ്ജ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് വന്നാൽ പോലും അത് സിമ്പിൾ ആവില്ല. കംപ്ലീറ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടിസസിലോട്ടും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റഡ്. ഇപ്പോൾ V1 എന്ന് പറയുന്ന വെർട്ടിസസിൽ നിന്ന് എടുത്താൽ V2ലോട്ടും V4ലോട്ടും V3ലോട്ടും ഉണ്ട്. കണ്ടോ? V2 എടുത്താലും എല്ലാത്തിലോട്ടും തിരിച്ചുണ്ട്. കണ്ടോ? V4 എടുത്ത് നോക്കിയാൽ നിങ്ങൾ V4 എടുത്ത് V4ലും എല്ലാത്തിലോട്ടും ഉണ്ട്. V3ലോട്ട് നോക്കിയാൽ എല്ലാം ഉണ്ട്. സെയിം തന്നെ G5 എന്ന് പറയുന്ന ഗ്രാഫിന് ഓരോന്നിനും പേര് കൊടുത്തിരിക്കുന്നതാണ്. G9 എന്ന് പറയുന്ന ഗ്രാഫിൽ നോക്കി അതിൻ്റെ അകത്ത് എല്ലാ വെർട്ടിസസിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയും. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ എല്ലാ വെർട്ടിസസിലോട്ടും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയും. ഇനി എസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഇല്ലെങ്കിൽ അതിനെ എസൈക്ലിക്, സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനെ സൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ. അതായത് സെയിം ഇത് തന്നെ നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ സൈക്ലിക് ഗ്രാഫ് എന്ന് പറയാം. ഇപ്പം സാധാരണ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ മിക്കവാറും അതെല്ലാം സൈക്ലിക് ആയിരിക്കും. നമ്മൾ എങ്ങനെ വന്നാലും ഇപ്പോൾ V1 നിന്നാണ്ട് V2ലോട്ട് പോയി, V1 നിന്ന് V2ലോട്ട് പോയി, V3ലോട്ട് പോയി, V4ലോട്ട് പോയി, വീണ്ടും V1ലോട്ട് വരാം. ഇതുവഴി വന്നാലും തിരിച്ച് വീണ്ടും V1ലോട്ട് വരാം. അപ്പോൾ മോർ ദാൻ വൺ സ്ഥലത്തോട്ട് നമുക്ക് V1ലേക്ക് വരാൻ പറ്റുമെങ്കിൽ ഈ ഗ്രാഫിന് എന്തെന്ന് പറയാം, സൈക്കിൾ ഗ്രാഫ്. ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇത് ഡയറക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. V1 നിന്ന് V3യിലേക്ക്, V4ലേക്ക്, V1, വീണ്ടും ഇതിവിടെ തിരിച്ചെത്തിയല്ല. അപ്പോൾ അവിടെ ഒരു സൈക്കിളുണ്ട്. ഒരു സൈക്കിൾ വന്നാലും മതി. അതെന്താണ് സൈക്കിൾ ഗ്രാഫ്. ഇതിൽ മോർ ദാൻ വൺ സൈക്കിൾസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത G4 നോക്കിക്കേ. ഞാനിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ V3യിൽ വന്നാൽ തിരിച്ച് ഇതിലോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ടോ? തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, പക്ഷെ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കണ്ടോ? ഒരു രീതിയിൽ എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, V1 നിന്ന് ഞാൻ ഇനി തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണേ. V1 നിന്ന് ഞാൻ ഇനി V2ലോട്ട് വന്നിട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും പോകില്ല. ഇനി V1 നിന്ന് V4ലോട്ട് പോകാൻ പറ്റത്തേ ഇല്ല. അപ്പോൾ ഇതുവഴി നമുക്ക് തിരിച്ച് V1ലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് G4 എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നിങ്ങൾ നോക്കിയാലും വേറെ നോഡ് എടുത്ത് നോക്കാം കേട്ടോ. V4 എന്ന് പറയുന്ന നോഡ് എടുത്ത് നോക്കിയേ. V4 എന്ന് പറയുന്ന നോഡിലെടുത്താലും നമുക്ക് എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിയേ. V4 എന്ന് പറയുന്ന നോഡ് എടുത്താൽ V4 എന്ന് പറഞ്ഞ നോടെടുത്താൽ ഇവിടെ നിന്ന് ഇവിടോട്ട് വന്നു, തിരിച്ച് ഇവിടോട്ട് വന്നു. പക്ഷെ തിരിച്ച് ഇങ്ങനെ വരാൻ പറ്റുന്നില്ല. കണ്ടോ? തിരിച്ച് അങ്ങോട്ടേക്കേ പോകുള്ളൂ, തിരിച്ച് വരത്തില്ല. അതിനെയാണ് എസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഐസൊലേറ്റഡ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ചില വെർട്ടിസസ്, അത് ചിലതിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. ഓരോരുത്തോട്ട് കണക്ട് ചെയ്യാതെ ചുമ്മാ നിൽക്കുന്ന വെർട്ടിസസിനെയാണ് ഐസൊലേറ്റഡ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡിഗ്രി നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഡിഗ്രി എന്ന് പറയുന്നത് VI കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാധാരണ അൺഡയറക്റ്റഡ് ഗ്രാഫ്, ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫിനെല്ലാം ഡിഗ്രി എന്ന് പറയുന്നത് മിക്കവാറും സെയിം തന്നെ ആയിരിക്കും. 2 ടൈപ്പ് ഡിഗ്രി കാണത്തില്ല, ഒറ്റ ഡിഗ്രി. അതായത് ഓരോ വെർട്ടിസസിൽ നിന്ന് എത്രയാണ് പോയിരിക്കുന്നതെന്ന് നോക്കും. V1 എന്ന് പറയുന്ന വെർട്ടിസസിൽ നിന്ന് എത്ര ഉണ്ട്, 1 2 3, അപ്പോൾ 3 ആയിരിക്കും ഡിഗ്രി. V4 എന്ന് പറയുന്നതിലും 1 2 3, അപ്പോൾ 3 ഡിഗ്രി. V3യിൽ 1 4 3, ദെൻ V2യിലും 3 ആണ്. അപ്പോൾ എങ്ങോട്ട് പോയാലും നമുക്കതൊരു പ്രശ്നമില്ല. അതാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഇനി ഡയറക്റ്റഡ് ഗ്രാഫിലുണ്ട്. ഡയറക്റ്റഡ് ഗ്രാഫിൽ 2 ടൈപ്പ് ഓഫ് ഡിഗ്രി ഉണ്ട്. ഇൻ ഡിഗ്രി എന്നും ഔട്ട് ഡിഗ്രി എന്നും പറയും. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ വെർട്ടിസസിലേക്ക് വരുന്ന ഡിഗ്രിയാണ് ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ആ വെർട്ടിസസിൽ നിന്ന് പോകുന്ന ഡിഗ്രി ഔട്ട് ഡിഗ്രി എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ V1 എന്ന് പറയുന്ന ഒരു വെർട്ടിസസ് എടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട് ഈ വെർട്ടിസസിൽ നിന്ന് പോകുന്നത്? V3ലോട്ടും പോകുന്നുണ്ട്, V2ലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ V1ൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിക്കോണം. ഞാൻ ഈ ഗ്രാഫിലിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ കാണാൻ പറ്റാതെ വരും. ഓക്കെ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ഗ്രാഫിൽ കൊണ്ട് നോക്കുക. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ഡിഗ്രി, അങ്ങനെ ഓർത്താൽ മതി. ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പോകുന്ന ഡിഗ്രിയാണ് ഔട്ട് ഡിഗ്രി. ഓക്കെ. ഇപ്പോൾ V1 എന്ന് പറഞ്ഞാൽ വെർട്ടിസസ് എടുത്തു. വെർട്ടിസസിലേക്ക് ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ V1ലേക്ക് വരുന്ന എഡ്ജസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ V1ലേക്ക് വരുന്ന എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എവിടെ നിന്നെല്ലാം വരുന്നുണ്ട്? V3യിൽ നിന്ന് വരുന്നുണ്ട്, V4ൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ V1ൻ്റെ ഇൻ ഡിഗ്രി 2. ഇനി V1ൽ നിന്ന് പോകുന്നത് എത്ര വരെ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. സോ V1ൻ്റെ ഔട്ട് ഡിഗ്രി 1. ഓക്കെ. ഇനി അടുത്തത് V2ൻ്റെ നോക്കിയേ. V2യിലേക്ക് വരുന്നത് വരെ എത്രയാണ്? V3യിൽ നിന്ന് വരുന്നുണ്ട്, V1ൽ നിന്ന് വരുന്നുണ്ട്. സോ V2ൻ്റെ ഇൻ ഡിഗ്രി 2. V2ൽ നിന്ന് പോകുന്നതോ? ആരും V2ൽ നിന്ന് പോകുന്നില്ല. സോ V2ൻ്റെ ഔട്ട് ഡിഗ്രി
0. ഇൻ ഡിഗ്രി അതിലോട്ട് വരുന്നത്, ഔട്ട് ഡിഗ്രി അതിൽ നിന്ന് പോകുന്നത്. ഇനി V4 നോക്കിയാൽ V4ലേക്ക് ഒന്നും വരുന്നില്ല. സോ ഇൻ ഡിഗ്രി 0. V4ൽ നിന്ന് രണ്ടിടത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ V4ൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് 2 എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാ സ്ഥലത്തോട്ടും കണക്ട് ചെയ്തിരിക്കും. കണക്റ്റഡ് ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത സ്ട്രോങ്ലി കണക്റ്റഡ് ആണെങ്കിലാണ് ഡയറക്റ്റഡ്. അല്ല വെറുതെ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഡയറക്ഷനുള്ള ഗ്രാഫല്ല, ഡൈഗ്രാഫ് അല്ലാത്ത തന്നെയാണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഡൈഗ്രാഫ് ആയിക്കഴിഞ്ഞാൽ അതിനെ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയും. ഓക്കെ, നോക്കിക്കോണം. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഡൈഗ്രാഫ് അല്ല, സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഡയഗ്രാഫാണ്. ഓക്കെ, ഇതിപ്പോൾ എന്തല്ല, ഡയഗ്രാഫാണ്, ഡയറക്ഷൻ തന്നിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി സ്ട്രോങ്ലി കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ഡയഗ്രാഫ് കാണും. ഓക്കെ, വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെയ്റ്റും കൂടെ കാണുമെങ്കിൽ അതിനെയാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് 2 മെത്തേഡ്സ് വെച്ചാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മൾ ബാക്കി 3 മെത്തേഡും പഠിച്ചിരിക്കണം. ഈ 2 മെത്തേഡാണ് നമ്മൾ കൂടുതലും ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും. എന്നാലും സെറ്റ് വെച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 3 റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗ്രാഫ്സ് നോക്കാം. ഓക്കെ, താങ്ക് യു.